ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവനെ പിടിക്കും സാറേ. വിടരുത്, പിടിക്കും. ഗെയിം ഓവർ. ലെവലില് പോണെങ്കിൽ സാർ എത്ര പോണെന്നറിയോ? ലെവലിൽ താഴെ വന്നില്ലേ സാറേ? ഇത് ഒരു സൂക്ഷിച്ച് ചെയ്യണല്ല. നിങ്ങൾ ടെൻഷൻ എടുപ്പിച്ചോണ്ടല്ലേ എല്ലാരും കൂടെ? പിന്നെ കളിച്ചിട്ടായിരുന്നു അത്. ഇനി ഒന്നു കളിക്കാം. വേണോട്ടെ സാറ് എന്തായി കാണിച്ചു കൂട്ടിയേക്കുന്നത് നിങ്ങള്? എന്താ എഴുതി വെച്ചേക്കുന്നത്? സൈബർ സെൽ. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണ്ടേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത സമയത്തിന് ഗെയിം കളിക്കരുതെന്ന്. ഒരു സൈബർ സെല്ലിൽ എന്താണ് അത്യാവശ്യം വേണ്ടത്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആണോ ഒരു സൈബർ സെല്ലിൽ വേണ്ടത്? അത്യാവശ്യമായിട്ട് വേണ്ടത് നെറ്റും വൈഫൈ വേണം. അത് കുത്തിയിരുന്ന് ഗെയിം കളിച്ച് തീർത്താൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കേസ് കൊണ്ട് ഓരോരുത്തർ കേസുമായിട്ട് വന്നു കഴിയുമ്പോൾ ഈ നെറ്റും വൈഫൈ ഇല്ലെങ്കിൽ എങ്ങനെ കേസ് കളിക്കാൻ പറ്റും? സാറേ ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ട് ആവശ്യത്തിന് ഹോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഫോൺ എടുക്ക. ഹലോ ഹലോ ഹലോ, സൈബർ സെല്ലല്ലേ? അതെ, സൈബർ സെല്ലാണ്. ആരാണ്? ആരാന്ന് കണ്ടുപിടിക്കും. എടോ, ഇത് സൈബർ സെല്ലാണ്. താൻ ആരാന്ന് പറയാൻ? അതാ കണ്ടുപിടിക്കാൻ പറഞ്ഞു. AC ഇട്ട് കേറി ഇരിക്കുകയല്ലേ മാഡം? എടാ, നീ വെളച്ചിലെടുക്കലേട്ടോ. നിന്നെ പൊക്കോന്ന് പറഞ്ഞാ പൊക്കിയിരിക്കുന്നു. ചൂടാവില്ലേ ചക്കര? ചൂടായി നീ എന്ത് ചെയ്യൂടാ? ചൂടായ സാറേ, ഒരുത്തം വിളിച്ചിട്ട് ഉമ്മ തന്നെ. ആരാണെന്ന് പറഞ്ഞില്ല. കട്ട് ചെയ്യാതെ ഉമ്മ മേടിച്ചോണ്ട് സൂചിച്ചിരിക്കും. അവനെ പൊക്കണം. സാറേ പൊക്കണം. സാറേ അവനെ പൊക്കണം. സാറേ പൊക്കണം. സൈബർ സെല്ലിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ അവസ്ഥയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ അവസ്ഥയായിരിക്കും സാറേ? അതും വലിയൊരു ചോദ്യമാണിത്. നമ്പർ പറഞ്ഞേ. കണക്ട് ചെയ്തിട്ടുണ്ടോ? അവനെ പൊക്കിയിട്ട് എന്റെ കെട്ടിയവനെ കൊണ്ട് ഞാൻ നല്ല ഇടിക്കും. എന്തോ ഇന്ദുവിന്റെ കെട്ടിയവന് നീന്തലറിയാവോ? എന്തോ പിന്നെ വിട്ടാരാ അവനെ പിടിക്കാൻ പറ്റില്ല. ഇതൊരു സൈബർ ഞരമ്പാണ്. അവൻ ഫോൺ ചെയ്തിട്ട് ഉടനെ ആ ഫോൺ എടുത്തിട്ട് കരമനയാറ്റിന്റെ ചുഴിയിൽ എറിഞ്ഞു കളഞ്ഞേക്കാണ്. നീന്തൽ അറിയാമെങ്കിൽ കെട്ടിയവനുമായിട്ട് ചെന്ന് അത് മുങ്ങിയെടുക്കാമെങ്കിൽ അവനെ പൊക്കാൻ നമുക്ക്. അല്ല സാറേ, അപ്പൊ എനിക്ക് തന്ന ഉമ്മയൊക്കെയോ? കൈ വെച്ചാരേ നമുക്കും ഒരവസരം വരുമല്ലോ, അന്നേരം തിരിച്ചു കൊടുക്കാം കേട്ടാ. അതെ, ഈ നമ്പർ ഒന്ന് നോക്കിയാ നോട്ട് ചെയ്തേ. 98 98 99 99 49 49 31 31. എവിടാ ഇപ്പൊ അത് സംഭവം? എവിടാ ഇരിക്കുന്നത്? മറൈൻഗ്രിയിൽ. മറൈൻഗ്രി അല്ലടോ, മറൈൻ ഡ്രൈവില്. മറൈൻ ഡ്രൈവില്. ഇനിയും തിരിച്ചു പോകുമ്പം അവളെയും വിളിച്ച് സർപ്രൈസ് ഗിഫ്റ്റും കൊടുത്തിട്ട് വേണം അവളെയും വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ. പെണ്ണുമ്പിള്ളയാടു. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം അവിടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്യില്ല എന്നും പറഞ്ഞ് അവള് പിണങ്ങി ഇറങ്ങി പോയിരുന്നു. ഇനി സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് പിണക്കം മാറ്റി വീട്ടിൽ കൊണ്ടുപോകണം. കുടുംബത്തിലെ കാര്യങ്ങൾ ഇവിടെയാണ് നോക്കുന്നത്. സാറിന്റെ മൊബൈൽ ഫോൺ കാണാതെ ഇവിടെയാണ് സാർ നോക്കിയത്. ബാത്റൂമിന്റെ അകത്ത് കിട്ടുകയും ചെയ്തു. അയ്യോ, ശിക്ഷിക്കണം സാറേ, ശിക്ഷിക്കണം. പിടിപോയ കസേര വല്ലതും കിടപ്പുണ്ടോ? എന്തിനാ സാറേ? അവനെ ശിക്ഷിക്കണമെന്ന്. സാധാരണ എല്ലാരും രക്ഷിക്കണമെന്നും പറഞ്ഞില്ലയോ വരുന്നത്? അതെ, അവരെ ശിക്ഷിക്കണം, എന്നെ രക്ഷിക്കണം സാറേ. നിന്നെ രക്ഷിച്ചിട്ട് അവനെ ശിക്ഷിക്കണം? അതെ. ഏതവനെ? ഞാൻ ഈ ഓൺലൈനിൽ ലോൺ എടുത്ത് സാറേ. കണക്കായി പോയി. ഇവിടെ സർക്കാരും ഈ പോലീസും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ നമ്മൾ എപ്പോഴും മുന്നറിയിപ്പ് തന്നോണ്ടിരിക്കുന്നതാണ് ഈ ഓൺലൈനിൽ നിന്ന് ലോൺ എടുക്കരുതെന്ന്. ഈ മലയാളികളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെന്ന് ചാടി കൊടുത്തു. എന്താ ഇപ്പൊ പറ്റിയത്? നാളെ എനിക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ലോൺ എടുത്തത്. ഭാര്യയ്ക്ക് ലോൺ എടുത്തു കൊടുത്തു. എന്നിട്ട് എന്റെ പൊന്നോ, ലോൺ എടുത്ത് ഞാൻ മുടിഞ്ഞു അവൾക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവം? എന്താണ്? എന്നിട്ട് അവളെന്തിയെ? അവള് ജോണിയുടെ കൂടെ ഒളിച്ചോടി പോയി. അടുത്ത വീട്ടിലെ ജോണിയുടെ കൂടെ ഒളിച്ചോടി പോയി. ലോൺ എടുത്ത് അവൾ ജോണിയുടെ കൂടെ പോയി. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ എന്റെ പൊന്നു സാറേ, ഞാൻ ലോൺ കറക്റ്റ് ആയിട്ട് അടച്ചു. പക്ഷെ ഈ അടുത്ത ദിവസം എന്റെ ഒരു നഗ്നത ഫോട്ടോ ഓൺലൈനിൽ വന്നു നോക്കി. അയ്യോ, ഇത് ഞാനാണ് നോക്കി. ഇത് ഞാനാണ്. അയ്യോ, എന്റെ നഗ്നമായ ഫോട്ടോ ഓൺലൈനിൽ വന്നിരുന്നു. ഇത് ഈ ഓൺലൈൻ ഈ പറ്റിപ്പുകാരാണിത്. ഈ ഓൺലൈൻ ലോണൊക്കെ എടുക്കുമ്പോ ഇത് ആലോചിക്കണം. നീ പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇത് ഫേക്ക് ആണ്.
ഈ ഫോട്ടോ ഫേക്ക് ആണ് സാറേ അതിനെന്തിനാ വിഷമിക്കുന്നതന്നെ ഇത് ഫേക്കാടാ. എന്റെ ഫോട്ടോ ഇട്ട് വൈറലാണ് സാറേ. എനിക്ക് അങ്ങനെ കരക്കാർ ഇട്ട ഫോട്ടോ ഇട്ട് വൈറലാവണ്ട. ഇതെന്റെ ഫോട്ടോ അല്ലേ? എന്റെ ഫോട്ടോ അല്ല. അപ്പൊ ഇപ്പൊ നിന്റെ ഇത് ഫേക്ക് ആണെന്നുള്ളതാണ് നിന്റെ വിഷമം. അത് fake ആണ് സാർ. നിന്റെ തന്നെ ഇട്ട് നിനക്ക് ആളാകണം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുക്കണം. ആദ്യം ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മേളിൽ ഇപ്പോഴത്തെ ഈ ഫോട്ടോ ഇല്ലേ അത് ഫേക്ക് എന്നും നിന്റെ ഫോട്ടോ അടിയിലിട്ടിട്ട് ഇതാണ് എന്റെ ഒറിജിനൽ അവൻ ഇടാൻ പോയി. ആറല്ലേ പറഞ്ഞു കൊടുത്ത് ഇതല്ല ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും. നമസ്കാരം സാറേ. നമസ്കാരം. എവിടെയാണ് നമസ്കാരം? ഇതാണ് സാർ. സാർ ഇതെന്റെ ഭർത്താവ് ലാല്, ഞാൻ ഗ്രേസി. സർട്ടിഫിക്കറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഒറിജിനല്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അന്തസ്സായിട്ട് ജീവിക്കുകയാണ് സമൂഹത്തില്. അങ്ങനെ വേണമല്ലോ ജീവിക്കാൻ. ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ചേട്ടന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ആരോ ഹാക്ക് ചെയ്തു. ഓ അത് ശരി. ഇപ്പൊ സംഭവം ഭയങ്കര വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. കുറച്ച് ദിവസമായി സാർ. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഫോണിൽ നിന്ന് ആരോ മോശമായിട്ടുള്ള വീഡിയോ പിന്നെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഇത് ആണുങ്ങൾക്കല്ല കൂടുതലും അയക്കുന്നത്, പെണ്ണുങ്ങൾക്ക്. അതും എന്റെ കൂട്ടുകാരികൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന്റെ ഫോണിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പിന്നെ മോശമായ മെസ്സേജുകള്, വീഡിയോ. മെസ്സേജ് മാത്രമല്ല, പിന്നെ ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എന്റെ പ്രശ്നമുണ്ട്. വൃത്തികെട്ട വീഡിയോസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളല്ല ഇത് ഹാക്ക് ചെയ്താണ്. ചേട്ടനാണെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര വിലയാണ്. എത്ര വിലയുണ്ട്? ഒരു റെസ്പെക്ടഡ് പേഴ്സൺ ആണ്. റെസ്പെക്ടബിൾ. പറഞ്ഞോളൂ സാറേ, സത്യം പറയാമല്ലോ. പറയൂ എന്താണ്? എന്റെ വൈഫ് ഒരല്പ ഫോർവേഡ് ആണ്. നീ എപ്പിച്ചൊരു ബൈക്ക് വിടുമ്പോ ഇത്ര ഇടിച്ചു കയറി വരണ്ട, അവിടെ എന്ന് പറഞ്ഞാൽ മതി. എന്റെ വൈഫ് കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ അവളുടെ അത് സുന്ദരമായി ഹാൻഡിൽ ചെയ്തു. എനിക്ക് എന്റെ ചേട്ടനെ വിശ്വാസം. അതെ, അത് മനസ്സിലായി. ഭർത്താവിന് ഈ വിഷയം ഉണ്ടായപ്പോ പോലീസ് സ്റ്റേഷനിൽ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല അങ്ങനല്ല സാർ. അങ്ങനെ താൻ പറഞ്ഞു. അല്ല, ഇത് ഹാക്ക് ചെയ്തെന്ന് മനസ്സിലായി അവർക്ക്. ഇതിപ്പോ വലിയൊരു കുഴപ്പ കേസായിട്ട് വന്നിരിക്കുകയാണ് സാർ. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, അത് വണ്ടിയിലിരിക്കുന്നുണ്ട്. ഞാൻ വേണ്ട, ചേട്ടൻ അവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ടെൻഷൻ കാരണം എല്ലാം കൂടെ. സാറേ ഫോണും മേടിക്കും സാർ. എന്തോ ഫോണിങ്ങനെ ഈ ഫോണിലാണ് ഇത് പോയതെന്നൊക്കെ പറഞ്ഞത്. അതെ അതെ. എന്തുവാ അറിയാതൊരു കുൽസിത പ്രവൃത്തി ചെയ്തു പോയതാ. അവളെ പിടിക്കുമെന്നായപ്പോ ഞാൻ ഇറക്കിയ ഒരു നമ്പരാ. എന്നെ രക്ഷിക്കണം, എല്ലാരും കൂടെ എന്നെ രക്ഷിക്കണം സാർ. അപ്പൊ ഇത് ഹാക്ക് ചെയ്തല്ല? അല്ല, ഹാക്ക് ചെയ്തല്ല. അവൾ ഈ കാണുന്നവർക്കല്ല, മറുതയാ അപ്പൊ ഇത് തന്റെ കുൽസിത പ്രവൃത്തിയായിരുന്നില്ലേ? അതെ, പറ്റിപ്പോയത്. എന്റെ കുൽസിതം ഇന്ന് ഞാൻ തീർത്തു തരാടോ. കുൽസിത പ്രിയ സാറേ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം സാർ. എന്തോ ഞാൻ അടുത്ത മാസം റിട്ടയർഡ് ആകാൻ ഇരിക്കുകയാണ് സാറേ. സമ്പാദ്യം എല്ലാം കൈക്കൂലി മേടിച്ചിട്ട് എന്റെ ഭാവി കളയാനാണോ നീ വന്നത്? ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നീല പെയിന്റിൽ വീണ നീലക്കുറുക്കോ. നിന്റെ കുൽസിത പ്രവൃത്തി ഇവിടെ മിന്നി തിളങ്ങുന്നുണ്ട്. അവളിപ്പോ വരുമ്പോ മിണ്ടിപ്പോരുത്. തുമ്പ് എന്തെങ്കിലും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, എല്ലാം കിട്ടി. എല്ലാം കിട്ടി. എല്ലാം കിട്ടി. പിടിക്കണം സാറേ, അവനെ പിടിക്കണം. എന്റെ ചേട്ടനെ നാണം കെടുത്തിയവനാണ്, അവനെ പിടിക്കണം. ഈ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഇങ്ങനെ ഫോണില്ലേ കൈ കൊണ്ട് നടക്കാൻ മാത്രമേ അറിയുള്ളൂ. ഈ ഫോണിന്റെ ABCD പോലും അറിയില്ല. BCD അവൻ അറിയില്ലായിരിക്കാം, പക്ഷെ അവൻ നന്നായിട്ട് അറിയാം. നന്നായിട്ട് അറിയാം. A for ആപ്പിൾ. ആപ്പിൾ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഉണ്ടല്ലോ, അവന്റെ തലയിലുണ്ടല്ലോ ഇടുത്തി വീഴണം. ഇടുത്തി നല്ലതാണ്, മണ്ട വളർന്നവൻ ചാവണം. ഒരു മനുഷ്യല്ലേ സാർ, അത്ര ഉപദ്രവിക്കണ്ടല്ലോ. ഫോണിലല്ലോ ഇതാരാണ്? ആശ്രിയത. അയ്യോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. ആക്കി ചെയ്തവൻ വേണ്ടേ വേലക്കാരി ചേർത്ത് വെച്ച് ഫോട്ടോ കണ്ടു സാറേ. മോർഫ് ചെയ്തിരിക്കുകയാണ്. നോക്കേട്ടാ, ചേട്ടന്റെ ഫേസ് മോർഫ് ചെയ്ത്. അതെ, മോർഫ് ചെയ്തു. അയ്യോ, നമ്മുടെ അലമാരി അതും മോർഫ് ചെയ്ത്. അതെ, മോർഫ് ചെയ്തു സാറേ. നോക്കേട്ടോ, നമ്മുടെ അലമാരിയുടെ മേളിലില്ലേ നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോ? അതെ, അതും മോർഫ് ചെയ്ത്. അയ്യോ,
അതിന്റെ അപ്പുറത്തിരുന്ന് നമുക്ക് കിട്ടിയില്ലേ ബെസ്റ്റ് കപ്പിൾസിന്റെ ട്രോഫി. അതെ അയ്യോ അതും അത് മോർഫ് ചെയ്ത്. മോർഫ് ചെയ്തിരിക്കും സാർ. സാർ അവര് നോക്കിക്കോട്ടെ നമ്മളിവിടെ സാറേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ടുപിടിച്ചാട്ടോ. സാറേ ഇതിലില്ലാത്ത കളിക്കല്ലേ ഞങ്ങൾ വിഷമിച്ചു പോകും. നിങ്ങൾ കളിക്കാം, പിന്നെ അല്ലാതെ ഞങ്ങളിവിടെ നോക്കി ഇട്ടുകൊണ്ട് എന്തൊക്കെ സർക്കസ് ഇവിടെ കാണിക്കുന്നത്? അല്ല ഇത് ഞങ്ങളല്ലേ ഇവിടെ ഉദ്യോഗസ്ഥരെ. അറിയൂത് എല്ലാം മോർഫ് ചെയ്ത്. എല്ലാം മോർഫ് ചെയ്തോ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒരു മിനിറ്റ് സാറേ, വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു. സാറേ ഞാൻ ഭാര്യ കിട്ടാൻ വേണ്ടി തന്റെ എല്ലാ കള്ളത്തരത്തിനും അവർ കൂട്ടുകയെന്നല്ലോ. ആ, തിരിച്ചു വിളിക്കാം. ചേട്ടാ പിന്നെ നമ്മുടെ പിന്നെ വേലക്കാരിയില്ലേ, വേലക്കാരി തലകറങ്ങി വീഴുന്നു. അപ്പൊ അമ്മച്ചി എല്ലാരും കൂടി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ പറയും ആ വേലക്കാരി ഗർഭിണിയാണെന്ന്. സാറേ അതുകൊണ്ട് അവിടെ ഹാക്കർ മോർഫ് ചെയ്ത് കളഞ്ഞു. ഈ ഹാക്കർ അവിടെ മോർഫ് ചെയ്തു. അല്ലാതെ കുൽസിതം വർക്കൗട്ട് ആയതല്ല. കൊച്ചെ ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ ഇത് മോർഫിംഗ് ഒന്നും അല്ല. ആണോടോ? അല്ലല്ല മോർഫിംഗ് അല്ല. ആ വേലക്കാരി വിവാഹം കഴിച്ചാണോ? അല്ല. പിന്നെ ഇതങ്ങനെ സംഭവിച്ചു? അതാ ഞാൻ ആരോ അല്പമെങ്കിലും ആലോചിക്ക്. അപ്പൊ സാർ എന്നെ നേരത്തെ കാണിച്ച ഫോട്ടോ ഒക്കെയാ ഒന്ന് മോർഫിംഗ് അല്ലേ? ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാണ്. അത് മോർഫ് ചെയ്തതല്ല കൊച്ചെ, അത് ഒറിജിനലാണ് ഇതെല്ലാം. അപ്പ അയാള് ഇയാളാണ് ഇതിനൊക്കെ ഉത്തരവാദി. പിന്നെ ഞാനാണോ? താനാണ് കൊള്ളനാണോ? താൻ ഇതിനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? സൗമ്യല്ല കോമ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ ഇത്ര നാളെ എന്നെ ചതിക്കുവായിരുന്നല്ലേ? അപ്പം താനാണോ ഗർഭത്തിന് ഉത്തരവാദി? താനാണോ ഗർഭത്തിന് ഉത്തരവാദി? ഇത്രയും കാര്യങ്ങൾ നീ ഇവിടെ വരെ വിശ്വസിച്ചല്ലോ. അപ്പൊ നീ ഇതും കൂടെ വിശ്വസിച്ചാ എന്താ? ഇനി നീ ഇത് മോർഫ് ചെയ്യാൻ നിൽക്കണ്ട. അതെന്താ? ഏതെങ്കിലും ഹോസ്പിറ്റലിലെ മോർച്ചറി പോയി കിടക്കാം, അതാ നല്ലത്. അതിന് ഞാൻ ചത്തിട്ടില്ലല്ലോ. നീ വീട്ടിലോട്ട് ചെല്ല്, അവള് നിന്നെ കൊല്ലും.